അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനൊരു അടിപൊളി വളമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വളം ഞാൻ ഉണ്ടാക്കി നല്ല രീതി 45 ദിവസം കൊണ്ട് നല്ല രീതി പൊടിയായിട്ട് കിട്ടി. ഞാൻ കുഞ്ഞ് പച്ചക്കറി തൈ വാങ്ങിച്ച് അടിവളമായിട്ട് ഉപയോഗിച്ച വളമാണ്. ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പിന്നെയും ഉണ്ടാക്കി ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ അതിനായി വേണ്ടത് പാഴായ പാത്രം, മൺപാത്രമോ ബക്കറ്റോ അലുമിനിയം പാത്രം, എന്തെങ്കിലും ഒരു പാത്രം ഉപയോഗശൂന്യമായതെടുത്തിട്ട് അതിനകത്ത് ആദ്യം ഇടേണ്ടത് കാർബൺ പേപ്പറോ ന്യൂസ് പേപ്പറോ ഇടണം. അത് പിച്ചി കീറി വേണം ഇടാൻ. ഇട്ടിട്ട് കട്ടിയിൽ ചാരം ഇടണം. ചാരം ഇട്ടിട്ട് ഇടേണ്ടത് നെയ്ച്ചാളയുടെ തലയാണ്. അത് തോനെയുണ്ടെങ്കിൽ അതുപോലെ ലെയറാക്കി ഇടാം, 2-3 ലെയറാക്കി ഇടാം. കുറച്ചാണെങ്കിൽ അതുപോലെ ഇടാം, അവരവരെ കയ്യിലുള്ളതുപോലെ. ഞാനിവിടെ 2 ലെയർ ആയിട്ട് ഇടുന്നുണ്ട്. ഇട്ടിട്ട് ആ തല മറയുന്ന രീതി, അതിൻ്റെ നനവ് പോലും വരാത്ത രീതിയിൽ ചാരം ഇടണം. ചാരം ഇട്ടിട്ട് നമ്മളെ കയ്യിലുള്ള എന്ത് പച്ചക്കറി വേസ്റ്റാണോ, ഉള്ളിയുടെ തൊലി, സവാളത്തൊലി, വെളുത്തുള്ളിത്തൊലി, എന്ത് വേസ്റ്റാണോ, ഫ്രൂട്ട്സിൻ്റെ എന്ത് വേസ്റ്റാണോ ഉള്ളത് അതിടണം. ഞാനിപ്പോൾ ഇടുന്നത് ഉള്ളിത്തൊലിയും സവാളയുടെ തൊലിയും മുട്ടത്തോടും വെളുത്തുള്ളിയുടെ തോലുമാണ് ഇടുന്നത്. അതിട്ടിട്ട് ചെയ്യേണ്ടത് കഞ്ഞിവെള്ളം, 2 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം. ആ കഞ്ഞിവെള്ളം തോനെയൊന്നും എടുക്കരുത്, 3-4 ടീസ്പൂൺ. അത് ഞാൻ ഈ മീൻതല ഇരുന്ന പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ച് അത് സ്പൂണ് വെച്ച് തന്നെ അതിൻ്റെ 4 വശവും ഒഴിക്കണം. തോനെ കഞ്ഞിവെള്ളം എടുക്കരുത്. അതൊഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ ചാരം ഇടണം. ചാരം ഇട്ടിട്ട് പിന്നെ ചെയ്യേണ്ടത് കരിയിലയോ നമ്മളെ വീട്ടിൽ നട്ട പച്ചക്കറിയുടെ വേസ്റ്റ് ഇലയുണ്ടല്ലോ, വാടി പഴുത്ത് വീഴുന്ന ആ ഇലയോ. ഞാനിവിടെ വഴുതനയുടെയും പയറിൻ്റെയും ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, തക്കാളിയുടെയും. ആ ഇല ഇട്ടിട്ട് കൈ വെച്ച് നല്ലതുപോലെ, ഉണക്ക പ്ലാവില എന്തിലയാണെങ്കിലും ഇടാം, പച്ച ഇലയും ഇടാം. കൈ വെച്ച് നല്ലതുപോലെ അതൊന്ന് അമർത്തി കൊടുത്തിട്ട്, എൻ്റെ കയ്യിൽ ഫ്രൂട്ട്സിൻ്റെ എന്ന് പറയുന്നത് തണ്ണിമത്തൻ്റെ തോടാണുള്ളത്. ആ തോടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് അത് മറയുന്ന രീതിയിൽ ചാരം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു അരക്കാലായാലും മതി കഞ്ഞിവെള്ളം അതിൻ്റെ പുറത്ത് ഒന്ന് ചുറ്റും 4 വശവും ഒഴിച്ചു കൊടുത്താൽ. അതെന്തിനാണ്, ഇത് പെട്ടെന്നൊന്ന് നമുക്ക് പൊടിഞ്ഞ് കിട്ടാനാണ് അതൊഴിക്കുന്നത്. അപ്പം അതും ഒഴിച്ചിട്ട് പൂച്ചയും പട്ടിയും ഒന്നും തട്ടിയിടാത്തൊരിടത്ത്, തണൽ ഉള്ളിടത്ത്, വെയിൽ ഇല്ലാത്ത നല്ല സേഫ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച്, ഒരു വെയിറ്റുള്ളത് വെച്ച് മൂടി വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ഉണ്ടല്ലോ, ഞാൻ നാളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ബൈ.